ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗസ്ത്യ രസായനം എന്ന് പറയുന്ന ഡ്രഗിനെ പറ്റിയാണ്. അഗസ്ത്യ രസായനം ചുമ, ശ്വാസം മുട്ട്, കാസം, ശ്വാസം എന്നിവയ്ക്കാണ് ഇൻഡിക്കേഷൻസ് ആയിട്ട് പറയുന്നത്. മെയിനായിട്ടും ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് ഹരീരകയാണ്, കടുക്കയാണ്. അതുകൊണ്ട് അഗസ്ത്യ രസായനത്തെ നമ്മൾ ഹരീരകി രസായനം എന്നും അറിയപ്പെടുന്നുണ്ട്. അഗസ്ത്യ മുനിയാണ് ഈ അഗസ്ത്യ രസായനം കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഇതിന് അഗസ്ത്യ രസായനം എന്ന് പറയുന്ന നാമകരണം തന്നെ വന്നത്. ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്, ശ്വാസഹരമാണ്. നമ്മുടെ കോവിഡിന് ശേഷം വരുന്ന ന്യൂമോണിയ, ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന എല്ലാ ശ്വാസമുട്ടുകൾക്കും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ തന്നെയാണ് അഗസ്ത്യ രസായനം. എന്നാൽ ഈ അഗസ്ത്യ രസായനത്തിൻ്റെ രുചി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കുഞ്ഞുങ്ങളിൽ ഇത് 1 ടീസ്പൂണും മുതിർന്നവരിൽ 2 ടീസ്പൂണുമാണ് ഡോസ് പറയുന്നത്. അഗസ്ത്യ രസായനത്തിന് തേൻ ചേർത്തും കഴിക്കാവുന്നതാണ്, ആ രുചി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. കുഞ്ഞുങ്ങൾക്ക് 1 ടീസ്പൂണാണ് പറയുന്നതെങ്കിലും നമുക്കത് 2 നേരമായിട്ട് 1 ടീസ്പൂൺ സ്പ്ലിറ്റ് ചെയ്ത് രാവിലെയും രാത്രിയിലും കുട്ടികൾക്ക് കൊടുക്കാറാവുന്നതാണ്. കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന പനി, ശ്വാസമുട്ട്, റെക്കറൻ്റായിട്ട് ക്ലൈമാറ്റിക് ചേഞ്ചസ് മൂലമുണ്ടാകുന്ന ശ്വാസമുട്ട്, ഇയർ ആൻഡ് ത്രോട്ട് ഇൻഫെക്ഷൻസിന് ഒക്കെ വളരെയധികം ഇഫക്റ്റീവാണ് ഇത്. മുതിർന്നവർക്കും അതുപോലെയാണ്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടും ശരീരപുഷ്ടിക്കും ശരീരത്തിന് ബലം തരുന്നതും ശ്വാസകോശത്തിനൊക്കെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ടും ആക്ട് ചെയ്യുന്നതിന് ഈ മെഡിസിൻ വളരെ ഇഫക്റ്റീവാണ്. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക്